തൊടുപുഴയിൽ എന്തായാലും ഭക്ഷണം കഴിക്കുക. ഞങ്ങൾ വന്ന കോളേജിൽ പോവാം. 2 വർഷം യൂണിവേഴ്സിറ്റി വണ്ടിയിൽ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഇഷ്ടപ്പെട്ട ഭക്ഷണം എനിക്ക് തോന്നുന്ന ഇടിയപ്പവും ആ കറിയും സൂപ്പറാണ്. ആരൊക്കെ നിന്നാ കഴിക്കുന്നത് ടീച്ചേഴ്സ്. ഇമാരുടെ കടയിൽ കയറി വേട്ടയാടി കട മൊത്തം. വണ്ടി അറിയാം US പോവാണേ. ജോല US പോവാണേ. ജോൺ സാർ എന്തോ പറയുന്നുണ്ട്. അണിയനക്കാര് ഒന്നുകൂടെ നമ്മൾ പേര് പറയുകയാണ്. ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ട്രിപ്പ് ക്ലബ് എന്ന സംഘടനയാണ്. ട്രിപ്പ് ക്ലബിന്റെ അമരക്കാരനായ അഭിജിതമിനും ബസ് നമ്മളെ സുരക്ഷിതമായി ഓടിച്ച് സ്ഥലങ്ങളിൽ എത്തിച്ച നമ്മുടെ സുൽത്താനും കൂടെ സുജിത്തണ്ടനും ഈ സുൽത്താൻ ബസ്സിൽ ഇത്രയും സൗകര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ കുറെ ബോയ്സ് കുറെ അധികം ബസ്സിനെ കുറിച്ചായിരുന്നു ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടല്ല, ചർച്ചകൾ ഉണ്ടായത് അല്ലെ? അപ്പൊ ഏറ്റവും നല്ല ബസ് തന്നെ വേണം എന്നായിരുന്നു ചർച്ചകൾ. റോയൽ അരിട്ടി ഒത്തിരി പേര് യദുകൃഷ്ണന്റെ സ്വന്തക്കാരൊക്കെ ആയിട്ട് വാഹനങ്ങള് പെട്ടെന്ന് അവസാന നിമിഷം നമുക്ക് വാഹനങ്ങൾ കൈവിട്ടു പോയിരുന്നു. അപ്പോ യദു തീർച്ചയായിട്ടും ജോയലിന്റെ കൂടെ സഹായത്തോടു കൂടി മണക്കാലയുള്ള ഗ്രൗണ്ടില് ഈ വാഹനങ്ങളുടെ പ്രദർശനവും പിന്നെ നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ട് ഇത്രയധികം വാഹനങ്ങൾ വരികയും ആ സ്കൂളിലെ എല്ലാ കുട്ടികളും ഏകദേശം 1000-ഓളം കുട്ടികളാണ് അന്ന് വാഹന പ്രേമികൾ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കണ്ണകി എന്ന ബസ്സും നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇവരോട് എല്ലാം ഉള്ള സന്തോഷവും നന്ദിയും ആദ്യമേ തന്നെ അറിയുകയാണ്. ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞു, ഒന്നും കൂടെ പറയുകയാണ്. ടൂർ അനുവദിച്ച അഭിജിത് സാർ, ഇതെല്ലാം പ്ലാൻ ചെയ്ത ജോൺ സാർ, ആദ്യമേ പറഞ്ഞു കണക്കുകളിൽ കള്ളം ചേർക്കാത്ത ടാലിയ ടീച്ചർ, കൂടെ അഞ്ജു ടീച്ചർ, നമ്മുടെ പ്രിയപ്പെട്ട LC ടീച്ചർ, ശൈല ടീച്ചർ, ഇവ ഇത്രയും പേർക്കുമുള്ള നന്ദിയും കൂടെ ഇത്തരത്തിൽ അറിയിക്കുകയാണ്. അപ്പോ ആദ്യമേ പറഞ്ഞു മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത്, കാരണം കഴിഞ്ഞ വർഷം ചേച്ചിമാര് ടൂർ പോയപ്പം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു എങ്ങനെയും ടൂർ പോകണം, നല്ല റീച്ച് കിട്ടണം വീഡിയോയ്ക്കൊക്കെ എന്നായിരുന്നു മനസ്സിലാകുന്ന ആഗ്രഹം. അതിന് നമുക്ക് ഭയങ്കര അനുഗ്രഹിച്ച് നമുക്കൊരു എഡിറ്ററിനെ കിട്ടി. നമ്മുടെ ബേസിലില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതൊന്നും പ്ലാൻ പോലും ചെയ്യത്തില്ലായിരുന്നു. കാരണം ബേസിലിന്റെ ആ സ്കില്ല് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ വണ്ടി ഇറക്കിയതും അത്രയും വണ്ടികൾ അവിടെ ഇറക്കിയതും അതിന്റെ എല്ലാം വീഡിയോ എടുത്തതും ഇനിയിപ്പോൾ വരാൻ പോകുന്ന വീഡിയോകളിലെല്ലാം എല്ലാത്തിനും ഒറ്റയൊരു ബേസിലാണ്. പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ സോണി സാറ് പറഞ്ഞിട്ട് സോണി സാർ വേണമെന്ന് ജോൺ സാർ അത്ര നിർബന്ധം പിടിച്ചു. സൂപ്പർ കോർഡിനേറ്റർ ആയ ഡാലി ടീച്ചർ 3 ദിവസമേ ഉള്ളൂ, വളരെ ചുരുങ്ങിയ സമയമാണെന്ന് വിചാരിച്ചു ഓട്ടോ ഷോ നടത്തി. കാരണം അവസാന നിമിഷം ഞങ്ങളുടെ ഒരു വണ്ടികൾക്ക് ഭയങ്കര കുറവ് വന്നപ്പോ നമ്മുടെ യദുകൾ മാത്രമേ ഉള്ളായിരുന്നു. 4 വണ്ടിയും കൊണ്ടാണ് വന്നേ. അത് ഭയങ്കര വലിയൊരു സപ്പോർട്ടായി പോയി. അത് ഞങ്ങള് ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ച് നിന്നിട്ട് അവസാന നിമിഷം ഒരു വണ്ടിയുടെ കുറവ് വന്നപ്പോ യദു മാത്രമേ ഉള്ളായിരുന്നു കൂടെ. അപ്പം ഋഷിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് വലിയൊരു സപ്പോർട്ട് ഉണ്ടായി. കാരണം ഇത്രയും എക്സ്പെൻസ് ആയ ഒരു ട്രാവലർ നമുക്ക് എന്ത് ചെയ്യാം, പെട്രോൾ അടിക്കുന്ന പൈസ മാത്രമേ ഋഷി വിട്ടു തന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തു. നമ്മളെ ഗ്രൗണ്ടിൽ കൊണ്ട് മണക്കാല ഗ്രൗണ്ടിൽ കൊണ്ട് സുൽത്താനെ പറ്റി ചോദിക്കുന്നു. പിന്നെ അഭിജിത്തമ്മിന് ഒരു ദിവസം പോലും സമാധാനം കൊടുത്തിട്ടില്ല. വണ്ടി എപ്പോ അടൂര് വരും, വണ്ടി എങ്ങനെ ഒന്ന് കാണണം, അങ്ങനെ ചോദ്യങ്ങളായി. പിന്നെ ഇവിടെ നമ്മളൊരു ഞാൻ പോയില്ല, ഇവിടെ എന്റെ കൂടെ ഉള്ളവന്മാർ നമ്മുടെ കൂട്ടുകാര് സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ഒരു ദിവസം സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് അടൂരിച്ച് പറക്കോടി വന്നപ്പോ നമ്മുടെ സുൽത്താൻ കണ്ടു. സുൽത്താൻ കയറി കണ്ട് ഇതിനകത്തിലെ സജ്ജീകരണങ്ങളുടെ എല്ലാം സൂപ്പറായിട്ടുള്ള ഒരു വീഡിയോ കണ്ട് സുൽത്താൻ അപ്പോഴാണ് നമ്മൾ സുൽത്താൻ ഉറപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ഇനി സുൽത്താൻ മതി എന്ന് തീരുമാനിച്ചത് ആ സമയത്താണ്. വരാൻ പറ്റുമോ എന്ന് എനിക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു. ആദ്യമേ തന്നെ ഞാൻ ടീച്ചറിനോടും കൂട്ടുകാരോടും എല്ലാം പറഞ്ഞത് ഞാൻ ടൂറിന് വരത്തില്ലെന്നായിരുന്നു. പക്ഷേ
അവളുമാരുടെ നിർബന്ധം മൂലം ഞാനറിയാതെ എന്റെ പേര് അവളുമാര് തന്നെ കൊടുത്താണ് എനിക്ക് ഈ ടൂറിന് വരാൻ പറ്റിയത്. ഒരുപാട് മെമ്മറീസ് നമുക്ക് എടുക്കാൻ പറ്റി. സ്കൂൾ ലൈഫിലെ ലാസ്റ്റ് ടൂറാണിത്. ഇനി നമുക്ക് തിരിച്ച് ഒരു സ്കൂൾ ജീവിതത്തിൽ ഇനി ഒരു ടൂറിലോട്ട് പോകാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ ആ ഒരു ചിന്ത മനസ്സ് പോവാ. വണ്ടിക്കകത്തിരിക്കുമ്പോ സമയം പെട്ടെന്ന് പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടില്ല. നമ്മള് വെളിയിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകുമ്പോ സമയം പെട്ടെന്ന് പോവാ. നമുക്കൊന്നും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് കൂർഗില് ഷോപ്പിങ്ങിന് വലിയ ടൈം കിട്ടാത്തതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ദുലക്ഷ്മി പറഞ്ഞു അവള് 2000 രൂപ പൊട്ടിച്ചിട്ട് അവർക്ക് ഇനിയും കാശ് ഇറക്കണം എന്നുണ്ടായിരുന്നു. ഇന്ദുലക്ഷ്മി പറഞ്ഞു അവർക്ക് ഇനി ഇറക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതെ, ഒരു മാസം 6 ലിപ്സ്റ്റിക് മേടിക്കുന്ന ഇന്ദുലക്ഷ്മിക്ക് ഇനി ലിപ്സ്റ്റിക് മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല. എന്റെ പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങളുടെ റൂമിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ചേട്ടൻ ഉണ്ടായിരുന്നത് കൊണ്ട് എപ്പം ഡോറ് തുറക്കുവാന്നേലും ചേട്ടൻ മുന്നിൽ വരുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് നല്ലോണം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങള് സൂര്യയുടെ റീയുടെ ടീമിന്റെ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു പ്ലാൻ ചെയ്തു. പക്ഷെ ആ പ്ലാനിങ് ഒന്നും നല്ലോണം വർക്ക്ഔട്ട് ആയെന്ന് ഞാൻ പറയുന്നില്ല. അത് അതേപടി തന്നെ ഫ്ലോപ്പ് ആയി. പിന്നെ ഞങ്ങൾ പച്ചനരിക്കുന്നേ താഴെ പോയിരുന്നിട്ട് അത് നടത്തി. പക്ഷെ ആരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. പിന്നെ ഉറങ്ങിയായിരുന്നു നേരത്തെ. ഓരോ സ്ഥലങ്ങള് ഞങ്ങളെന്ന് പറയുകയാണെങ്കിൽ മാക്സിമം അഡ്വഞ്ചറസ് ആക്കാനാണ് നോക്കിയത്. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് പിടിക്കാനായിട്ട് നോക്കിയത്. അത് മാക്സിമം ഞങ്ങൾ നോക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ ടൂറ് കോർഡിനേറ്റ് ചെയ്ത് അഭിജിത്ത് അണ്ണനും നമ്മുടെ വണ്ടിയുടെ അണ്ണന്മാർക്കും എല്ലാവർക്കും, പിന്നെ നമ്മുടെ ടീച്ചേഴ്സിനും, കൂടുന്ന ടീച്ചേഴ്സിനും, സോണി സാറിനും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എന്തായാലും നല്ല ടൂറായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? താങ്ക് യു. തകർത്തു. ഇനിയിപ്പോ ഒരിക്കലും മറക്കത്തില്ല ഈ ഒരു ടൂറ്. എങ്ങനെ ആവും മറക്കത്തില്ല. കാര്യം വെച്ചാൽ 5-6 ഇടി എന്റെ മോളൊക്കെ എന്റെ കാലാരണ്ട ചവിട്ടി പറിച്ച് ആ ദേവനന്ദൂന് ഞങ്ങൾ കൊട്ടേഷൻ കൊടുക്കും. ഇവൻ എന്തുവായിരുന്നു ഇവിടെ ഇന്നലെ രാത്രി അങ്ങ് തുള്ളല്ലേ. ഞങ്ങളൊക്കെ ഇവിടെ അവിടുന്ന് DJ ഉണ്ട്, ക്യാമ്പ് ഫയർ അല്ലെ, അങ്ങനെ ഒരു സംഭവം നമ്മള് പ്രതീക്ഷയില്ലായിരുന്നില്ല. അതിന്റെ കൂടെ നമ്മുടെ പാക്കേജിന്റെ ആ ഒരു എന്താ പറയാ ഒരു ടു ഡു ലിസ്റ്റിനകത്തും അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് ഇല്ലായിരുന്നു. അപ്പം എന്താണ് ഈ രാത്രിത്തെ ആ ഒരു സർപ്രൈസ് പ്രതീക്ഷിച്ചില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം ഫുഡാണ്. ഫുഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വന്നത് തന്നെ. നൈസാണ്. ഞാൻ വിചാരിച്ചത് വേറെ, അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് വെളിയിൽ പോകുമ്പോഴത്തേക്ക് ഫുഡ് മോശമായിരിക്കും എന്ന് ഞാൻ കരുതിയായിരുന്നു. പക്ഷെ ഉള്ള കാര്യം പറഞ്ഞാൽ നല്ല ഫുഡായിരുന്നു. പിന്നെ ഒന്ന് പറയാനുള്ള മറ്റേ ട്രെക്കിങ്ങിന് പോയപ്പോ ആ ചേട്ടൻ ജസ്റ്റ് മിസ്സിലൊക്കെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടു വന്നത്. ഉള്ള കാര്യം പറയാം. അഞ്ജു ടീച്ചറിന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഞാൻ പറയുന്നത് അപ്പം 3 ദിവസം എങ്ങോട്ട് പോയെന്ന് സത്യം പറയാൻ അറിഞ്ഞില്ല. ഉച്ചക്ക് ഞങ്ങള് 21-ാം തീയതി നമ്മള് നവംബറിൽ ടൂർ വരാൻ ഒക്ടോബർ 21-ാം തീയതി തൊട്ട് ഷോപ്പ് ചെയ്യാൻ തുടങ്ങിയതാണ് ഞങ്ങളെല്ലാവരും. തീർന്നില്ല. പക്ഷെ ഈ 3 ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ള ഒരു മൊമെന്റ്. വണ്ടിയും നമ്മുടെ ഓട്ടോ ഷോ, ഇത് ഞാന് തലേന്ന് ഋഷി വിളിച്ചപ്പോ എല്ലാരും നമ്മുടെ ആ അൽത്തമാറിന്റെ അവിടെ വരാനല്ലേ പറഞ്ഞേ. അപ്പൊ ഋഷി വിളിച്ചപ്പോ ഋഷി പറഞ്ഞു എടി സ്കൂളിൽ ആ ഓട്ടോ ഷോ ഉണ്ടെന്ന്. ഓട്ടോ ഷോ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഋഷി കണ്ണുകയും കൊണ്ട് വരും എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ അങ്ങോട്ട് വന്നപ്പോ പിന്നെ സിഗ്നേരീസും നമ്മുടെ BEdലെ ടീച്ചേഴ്സും നമ്മുടെ ബിജു സാറും സിനി ടീച്ചറും എല്ലാരും ഇറങ്ങി നിന്ന് ആ ഓട്ടോ ഷോയും കണ്ട് അങ്ങനെ മൊത്തം പിള്ളേരും മേളത്തെ പിള്ളേരും പുറത്തുനിന്ന് ആൾക്കാർ എല്ലാരും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ റിയ ഉള്ള അവിടെ വന്നത് പെൺപിള്ളേരായിട്ട്. ഞങ്ങൾ ചോദിച്ചു ഭഗവാൻ എങ്ങനെ പോകും. കൊണ്ടുവിട്ടിട്ട് ചേട്ടൻ പോവുകയും ചെയ്തു. നേരെ കൊണ്ട് ഋഷി പറഞ്ഞ് കണ്ണകി കയറാണ്. കണ്ണകി കയറിയത് എന്റെ ചെവിന്ന് കിളിയൊക്കെ പറക്കുമായിരുന്നു. എനിക്കൊന്നും കേൾക്കാൻ വയ്യ അതിനകത്തൊന്ന് ഇറങ്ങിയിട്ട്. ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ട് മേളിൽ പോയി. അതല്ല, ഞങ്ങള് എല്ലാരും റെഡിയായി അവിടെ റൂമിൽ കിടന്ന് അലമ്പുണ്ടാക്കുക. ഇവരാ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ്. അഭിജിത്ത് അണ്ണൻ ഇവരായിരുന്നു നേരെ ഓപ്പോസിറ്റ്. ഞങ്ങൾക്ക് അലമ്പാൻ പറ്റുന്നില്ല. കയറി റൂമിൽ കയറി ഡോറടാ. ഞങ്ങള് ഡോറടച്ചു, ഇവരും ഡോറടച്ചത് പിന്നെ എത്തി നോക്കി. വീഡിയോ കിടപ്പുണ്ട് എന്റെ കയ്യില്. അഭിജിത്ത് ഒരു ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയൊക്കെ ഞങ്ങളെ കൂടെ ഉറങ്ങത്തില്ലയോ. അത് കഴിഞ്ഞ് എനിക്ക് മെയിൻ പറയാനുള്ള സ്റ്റേയുടെ കാര്യം കേട്ടോ. ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. ഡാലി ടീച്ചർ കേട്ടത് ഞങ്ങൾക്ക് മനസ്സിലായി. ടീച്ചർ ഞങ്ങളുടെ
സുൽത്താൻ അണ്ണന് സിജു അണ്ണന് ഞങ്ങൾ വളരെ ഒത്തിരി സന്തോഷമുണ്ട്. എവിടെയും വെച്ചൊക്കെ കാണാമെന്നുള്ള പ്രതീക്ഷയാണ്. എല്ലാവർക്കും ചക്കരമുത്തേ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷ കേട്ടോ, നിങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ട്രിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് അതിന് സന്തോഷമുണ്ട്. എല്ലാം അടിച്ചു പൊളിച്ചില്ലേ? എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നോ? അതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ? എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടോ? ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഏത് ടൈപ്പ് ഫുഡായാലും ഒരു ഓതന്റിക് ആ ഒരു ടച്ച് എപ്പോഴും അവിടുത്തെ ഫുഡ് ഉണ്ടാകാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ ചിക്മംഗ്ലൂര്, ദന്തേരി. അത് 10 പ്രാവശ്യം പറഞ്ഞു. ഫാർ ബെറ്റർ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ഉച്ചക്കലത്തെ ആയാലും എല്ലാ ഫുഡും. കാരണം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ സെയിം റൂട്ട് സെയിം കഴിച്ചവരായതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. കംഫർട്ടബിൾ ആയിരുന്നു. ബസ് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ദൂരം പോകുന്നതിലോ ഏറ്റവും കുറച്ച് ദൂരം പോകുന്നതിലോ അല്ല നമ്മൾ സന്തോഷിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോടെ പോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ യാത്രകൾ നമ്മൾ ആഘോഷിക്കുന്നത്. അത്രയും നല്ല ആൾക്കാരോട് നിങ്ങളുടെ പോകാനും നിങ്ങളുടെ കൂടെ പങ്കുചേരാനും ഞങ്ങൾക്ക് സാധിച്ചതിൽ ഈ 2-3 ദിവസങ്ങൾ നിങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ ഏറ്റവും നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഓക്കെ, അങ്ങനെ നിന്നു. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയില്ല. അവരോടുള്ള സന്തോഷവും സ്നേഹവും എല്ലാം അറിയിക്കുന്നു. സന്തോഷം. സർവേശ്വരനോട് നന്ദി അറിയിക്കുന്നു. എങ്ങനെ ഒന്നും പറയാം. അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. താങ്ക് യു. ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഓർക്കാൻ പറ്റുന്ന നല്ലൊരു മെമ്മറി ആയിരിക്കും ടൂർ തന്നെയായിരുന്നു ഇത്. അതിനുവേണ്ടി സാറുമാരും നിങ്ങളെല്ലാവരും നല്ല വൈബൊക്കെ ആയിരുന്നു. അപ്പോൾ എന്റെ വീഡിയോ കുഞ്ഞു കിളികൾ വന്നു നനവോ
അവര് വരും ഇപ്പം പോട്ടെ. ചുറ്റിനും കാണിക്കുമ്പോ ആരുമില്ല. ആരാധകരെ നോക്കൂ, ആരാധകര് ചുറ്റിനും ആരാധകരെ കേൾക്കാൻ ഒരു സ്വാമി മാത്രം. അതിനെ കൊടുക്കാൻ വേണ്ടി പൈസയും കൊണ്ട് വന്നേ. അവന്മാര് കട്ടൗട്ടൊക്കെ പോക്കട്ടെ, നമ്മളൊരു ബാഹുബലി ലൈനല്ലേ കളിക്കാൻ പോണേ.